ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും സ്റ്റഡി ത്രില്ലറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഹിന്ദി ടെസ്റ്റിലെ 2ാമത്തെ ചാപ്റ്ററിലുള്ള ബാദൽ എന്ന ഒരു ചെറിയ കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ശ്രീപ്രസാദ് ആണ്. ബാദൽ എന്നാൽ മേഘം എന്നാണ് മീനിങ്. ഇത് മഴയുമായിട്ട് ബന്ധപ്പെട്ടൊരു കവിതയാണ്. മഴ പെയ്യുമ്പോൾ കാർമേഘങ്ങൾ വരുന്നതിനെക്കുറിച്ചും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മഴയുടെ മനോഹാരത്തെ പറ്റിയൊക്കെ വർണ്ണിക്കുന്ന ഒരു ചെറിയ കവിതയാണ് ശ്രീപ്രസാദിന്റെ ബാദൽ. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. काले काले पानी वाले ആസ്മാൻ में ബാദൽ ആയേ ബോലോ കൈസെ ആകർ ചായേ. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. കാലേ കാലേ, കാല എന്താണ്? കാല നമ്മൾ കളേഴ്സ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. കാല എന്താണ്? കറുപ്പ് കളറാണ് കാല, ബ്ലാക്ക് കളർ, കറുപ്പ് നിറമാണ് കാല. കാലേ കാലേ പാനി വാലെ, കറുത്ത നിറത്തിലുള്ള. പാനി വാലെ, പാനി വാലെ എന്താണ്? വെള്ളമുള്ള. ആസ്മാനുമേം, ആകാശത്തിൽ. ആസ്മാൻ ആകാശം, ആസ്മാനുമേം ആകാശത്തിൽ. ബാദൽ ആയേ, മേഘങ്ങൾ വന്നു. ബാദൽ മേഘം. കാലേ കാലേ പാനി വാലെ ആസ്മാനുമേ ബാദൽ ആയേ, കറുത്ത നിറത്തിലുള്ള മേഘങ്ങൾ വെള്ളവുമായിട്ട് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാർമേഘങ്ങൾ വന്നു, മഴ പെയ്യാനുള്ള ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ബോലോ, പറയൂ. കൈസെ ആക്രജായേ, എങ്ങനെയാണ് വന്നത് മേഘങ്ങൾ? മേഘങ്ങൾ എങ്ങനെയാണ് ആകാശത്തിൽ വന്ന് വ്യാപിച്ചതെന്ന് പറയൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാ വന്നേ? കറുത്ത നിറത്തിൽ വെള്ളവുമായിട്ട് മേഘങ്ങൾ എവിടെ വന്നു? ആകാശത്തിൽ വന്നു. ഓക്കെ. ഹവാ പകഡ്കർ ലാത്തി സർ സർ ചായേ ജൈസെ കാലേ കമ്പൾ കിത്തിനി സുന്ദർ ലഗത്തെ ബാദൽ. അടുത്ത സ്റ്റാൻസയാണ്. ഹവാ പകഡ്കർ, ഹവ കാറ്റ്. ഹവാ പകഡ്കർ, കാറ്റിനെ പിടിച്ചുകൊണ്ട് വന്നു. ആര്? മേഘങ്ങൾ. മഴ വരുന്ന സമയത്ത് മേഘങ്ങൾ വരുമ്പോൾ കാറ്റൊക്കെ വീശാറില്ലേ? അതുപോലെ ഹവാ പകഡ്കർ, കാറ്റിനെ പിടിച്ചുകൊണ്ട് വന്നു. ലാത്തി സർസർ, കാറ്റ് എങ്ങനെയാണ് വന്നത്? സർസർ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് കാറ്റ് വന്നത്. കാറ്റിന്റെ ശബ്ദമാണ് ഇവിടെ സർസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാറ്റിനെ പിടിച്ചുകൊണ്ട് മേഘങ്ങൾ വന്നു. കാറ്റാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ചായേ ജൈസെ കാലേ കമ്പൾ, ചായ വ്യാപിച്ചു. എന്ത് വ്യാപിച്ചു? മേഘങ്ങൾ വ്യാപിച്ചു. എങ്ങനെയാ വ്യാപിച്ചേ? ജൈസെ കാലേ കമ്പൾ, ജൈസെ മീൻസ് പോലെ, അതുപോലെ. എന്തുപോലെ? കാലേ കമ്പൾ പോലെ. കാല കറുപ്പ്, കമ്പൾ കമ്പിളിപ്പുതപ്പ്. അപ്പോൾ കാലേ കമ്പൾ ജൈസെ, കറുത്ത കമ്പിളിപ്പുതപ്പ് പോലെ മേഘങ്ങൾ ആകാശത്ത് വ്യാപിച്ചു. കാറ്റുമായിട്ട് വന്ന മേഘങ്ങൾ ആകാശത്ത് വ്യാപിച്ചു. കിത്തിനെ സുന്ദർ ലഗത്തെ ബാദൽ, എന്ത് മനോഹരമായിട്ട് തോന്നുന്നു ഈ മേഘങ്ങൾ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ലഗ്ന, തോന്നുക. പേടോം ജൈസെ ലഗത്തെ ജൈസെ ചലത്തെ കോടെ ബൻ ജാത്തെ ഹാത്തി കെ ജോടെ. പേടോം ജൈസെ, മരങ്ങളെപ്പോലെ. പേടോം ജൈസെ, ചെമ്മരിയാടുകളെപ്പോലെ. ലഗത്തെ ജൈസെ, അതിനെപ്പോലെ തോന്നാൻ തുടങ്ങി. ഏതിനെ പോലെ? ചലത്തെ കോടെ, നടക്കുന്ന കുതിരയെപ്പോലെ. അപ്പോൾ എങ്ങനെയൊക്കെ തോന്നിയത്? പേടോം ജൈസെ, മരങ്ങളെപ്പോലെ തോന്നി. പേടോം ജൈസെ, ചെമ്മരിയാടുകളെപ്പോലെ തോന്നി. ചലത്തെ കോടെ ജൈസെ, നടക്കുന്ന കുതിരകളെപ്പോലെ തോന്നി. എന്തിനെ? മേഘങ്ങളെ. ആകാശത്തിലെ മേഘങ്ങളെ കാണുമ്പോൾ മരങ്ങളായിട്ടും ചെമ്മരിയാടുകളായിട്ടും കുതിരകളായിട്ടും ഒക്കെ തോന്നുന്നു. എല്ലാത്തിൻ്റെ പടങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മേഘങ്ങളുടെ പടം ഉണ്ടാക്കുന്നുണ്ടോ? ആനയായിട്ടും കുതിരയായിട്ടും ഒക്കെ വരച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ. ബെൻജാത്തെ ഹാത്തി കെ ജോടെ, ഇത് മാത്രമായിട്ടല്ല തോന്നിയത്. ഹാത്തി കെ ജോടെ, ആനയുടെ കൂട്ടമായിട്ടും മേഘങ്ങളെ കണ്ടപ്പോൾ തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. നന്നെ ജൽക്കൺ ഗയെ ഫാപ്പുബൻ ഉസി ഫാപ്പിനെ ഡണ്ടക് പായി ബാദൽ ബർസെ ബർസ ആയി. നന്നെ ജൽഗൺ, നന്നെ, നന്ന മീൻസ് ചെറുത്, സ്മോൾ, ലിറ്റിൽ. നന്നെ ജൽഗൺ, ചെറിയ ജലഗണങ്ങൾ, ജലത്തിന്റെ ചെറിയ തുള്ളികൾ, വെള്ളത്തിന്റെ ചെറിയ തുള്ളികൾ. ഗയെ ഫാപ്പ് ബൻ, എന്തായിട്ട് മാറി? നീരാവിയായിട്ട് മാറി. ഫാപ്പ് നീരാവി. അപ്പോൾ നന്നെ ജൽഗൺ ഫാപ്പ് ബൻ ഗയെ, ചെറിയ ജലഗണങ്ങൾ നീരാവിയായി മാറി. ഉസി ഫാപ്പ്, ആ ഫാപ്പ്, ആ നീരാവി എന്ത് ചെയ്തു? ഡണ്ടക് പായി, തണുത്തുറഞ്ഞു. അപ്പോൾ ആദ്യം ജലഗണങ്ങൾ നീരാവിയായിട്ട് മാറി, നീരാവി പിന്നീട് തണുത്തുറഞ്ഞു. ബാദൽ ബർസെ, എന്നിട്ട് മേഘങ്ങൾ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നീരാവി തണുത്തുറഞ്ഞ് മേഘങ്ങളായി, ആ മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യാൻ തുടങ്ങി. ബർസ ആയി, മഴ പെയ്യാൻ തുടങ്ങി. കർത്തെ ഗഡ് ഗഡ് ആത്തെ ബഡ് ബഡ് ബിജലി ബാദൽ കോ ചമക്കായെ അന്തിയാരമേം രാഹതികായെ. ഇടിമുഴക്കത്തിന്റെ ശബ്ദമാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഇടി ശബ്ദവുമാക്കിക്കൊണ്ട് എന്ത് വന്നു? ബിജലി, ഇടിമിന്നൽ വന്നു, മിന്നൽ വന്നു. ബിജലി, മിന്നലാണ്. ബാദൽ കോ ചമക്കായെ, മിന്നൽ വന്നപ്പോൾ മേഘത്തിന് എന്ത് സംഭവിച്ചു? ചമക്കായെ, തിളങ്ങി. മേഘങ്ങളെ തിളങ്ങിക്കൊണ്ട്, അതായത് മേഘങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് മിന്നൽ വന്നു. ഇടിമുഴക്കത്തിന്റെ ശബ്ദവുമായി മേഘങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് മിന്നൽ വന്നു. അന്തിയാരമേ രാഹതികായി, പിന്നെന്താ സംഭവിച്ചേ? അന്തിയാരമ്യം, അന്തിയാര മീൻസ് ഇരുട്ട്. രാഹ് വഴി, ദികായെ കാണിച്ചു, ഇരുട്ടിൽ വഴി കാണിച്ചു. മിന്നലടിക്കുന്ന സമയത്ത് നല്ല വെളിച്ചമായിരിക്കത്തില്ലേ? അപ്പോൾ ആ വെളിച്ചത്തിൽ ഇരുട്ടിൽ നമുക്ക് വഴി കാണാൻ പറ്റി എന്നാണ് പറഞ്ഞത്. ഇരുട്ടുള്ള സമയങ്ങളിൽ മിന്നലിൽ നിന്നും വെളിച്ചം ലഭിച്ചു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മോർ മകനുമൻ ചൂം ചനൻ ചൻ ചൂം ചൂം കർ നാച്ച് ദിഗായെ ഖുഷ് ഹോ കർ ഗാന ഗായെ. മോർ, മയിൽ.
മകന് മന് ചൂമ് ജനന് ജനത്. വളരെ സന്തോഷത്തോടെ മയിൽ ചെയ്ത എന്തോ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മയിൽ എന്താ സന്തോഷത്തോടെ ചെയ്തതെന്ന് നോക്കിയേ. ചൂം ചൂമുക്കർ നാച്ച് ദിഗായെ, ആടി ആടി നൃത്തം ചെയ്തു. നാച്ച് ഡാൻസ് ആണ്, നൃത്തമാണ്. ചൂം ചൂമുക്കർ ആടിക്കൊണ്ട്, ആടി ഉലഞ്ഞ് എന്ത് ചെയ്തു? നാച്ച് ദിഗായെ നൃത്തം ചെയ്ത് കാണിച്ചു. ഖുഷ് ഹോ ഹോക്കർ ഗാന ഗായെ, ഖുഷ് ഹോ ഹോക്കർ സന്തോഷത്തോടെ, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഗാന ഗായെ പാട്ടുപാടി. മയിൽ എന്തൊക്കെയാണ് ചെയ്തത്? സന്തോഷത്തോടെ നൃത്തം ചെയ്തു, അതുപോലെ സന്തോഷത്തോടെ പാട്ടുപാടി. മഴ വന്നതിൻ്റെ സന്തോഷത്തിൽ മയിൽ പാട്ടുപാടാനും നൃത്തം ചെയ്യാനും ഒക്കെ തുടങ്ങി. അടുത്ത ലാസ്റ്റ് സ്റ്റാൻസയാണ്. ബർസെ ബാദൽ കൽ കൽ ചൽ ചൽ, തൈർ ചലി കാഗസ് കി നയ്യ, പൂഞ്ച് ഉടാക്കർ ഫാഗി ഗയ്യ. ബർസെ ബാദൽ മഴ പെയ്തു. മേഘം പെയ്യാൻ തുടങ്ങി. മേഘം പെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്തു. കൽ കൽ ചൽ ചൽ മഴ പെയ്യുന്ന ശബ്ദമാണ്. കളകള ശബ്ദം ഉണ്ടാക്കി മഴ പെയ്തു എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. തൈർ ചലി, തൈർന മീൻസ് നീന്തുക. തൈർ ചലി എന്താണ്? നീന്തിപ്പോയി അല്ലെങ്കിൽ ഒഴുകിപ്പോയി. എന്താ ഒഴുകിപ്പോയേ? കാഗസ് കി നയ്യ, കാഗസ് കടലാസ്, നയ്യ തോണി. അപ്പോൾ കാഗസ് കി നയ്യ എന്താണ്? പേപ്പർ ബോട്ട്, കടലാസ് തോണി. മഴ വരുമ്പോൾ നമ്മൾ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി ഒഴുക്കി വിടത്തില്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഴയത്ത് എന്ത് ചെയ്തു? മഴവെള്ളത്തിൽ പേപ്പർ ബോട്ടുകൾ ഒഴുകിപ്പോയി. പൂഞ്ച് ഉടാക്കർ ഫാഗി ഗയ്യ. പിന്നെന്താ ചെയ്യുന്നെങ്കിൽ പൂഞ്ച് ഉടാക്കർ, പൂഞ്ചിന്റെ മീനിങ് വാല്, ഉടാക്കർ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പൊക്കിക്കൊണ്ട്, ഫാഗി ഓടി. ആരാ ഓടിയെ? ഗയ്യ പശു. ഒരു പശു ഓടുന്നതിന്റെ ചിത്രം കൊടുത്തിട്ടില്ലേ. അപ്പോൾ മഴ വന്നത് കണ്ടപ്പോൾ പശു എന്ത് ചെയ്തു? വാല് ഉയർത്തിക്കൊണ്ട്, വാല് പൊക്കി പിടിച്ചുകൊണ്ട് ഓടിപ്പോയി. വാല് ചുരുട്ടി ഓടിയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വാല് പൊക്കിക്കൊണ്ട് പശു ഓടിപ്പോയി, വാല് ഉയർത്തി പിടിച്ചുകൊണ്ട് ഓടിപ്പോയി. ഇത്രയുമാണ് നമ്മുടെ ഡോക്ടർ ശ്രീപ്രസാദിന്റെ ബാദൽ എന്ന കവിത. 6ാം ക്ലാസ്സിലെ ബാദൽ എന്ന കവിത തീർന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.